1944 ഓഗസ്റ്റ് 4 വെള്ളിയാഴ്ച രാവിലെ ഏകദേശം 10:30 ആംസ്റ്റർഡാമിലെ പിൻസൺഗ്രാക്റ്റിലെ ആ പഴയ കെട്ടിടത്തിൽ വേനൽ ചൂടിന്റെ നിശബ്ദതയായിരുന്നു. നീണ്ട 25 മാസങ്ങൾ, അതെ 761 ദിവസങ്ങൾ. ഇത്രയും ദിവസം നാസികളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തെ വെളിച്ചം കാണാതെ ശ്വാസം അടക്കിപ്പിടിച്ച് ജാലകങ്ങൾ തുറക്കുവാനോ സംസാരിക്കാനോ പോലും ഭയന്ന് 8 മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നു. എന്നാൽ ആ പ്രഭാതത്തിലെ ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണത് അവരുടെ 761 ദിവസങ്ങളിലെ പ്രതീക്ഷകളായിരുന്നു. 1944 ഓഗസ്റ്റ് 5 സൂര്യോദയം അവർ സ്വാതന്ത്ര്യരായി കണ്ടില്ല. അവർ അപ്പോൾ നാസി സാമ്രാജ്യത്തിന്റെ തടവിലായിരുന്നു. 1942 ജൂലൈയിലാണ് ഓട്ടോ ഫ്രാങ്കും കുടുംബവും വാൻ പെൽസ് കുടുംബത്തോടൊപ്പം ഈ രഹസ്യ അറയിലേക്ക് മാറുന്നു. ഹിറ്റ്ലറുടെ ജൂതവിരോധ തരംഗം നെതർലാൻഡ്സിലേക്ക് പടർന്നപ്പോൾ തങ്ങളുടെ മക്കളായ മാർഗോട്ടിനെയും ആനിനെയും രക്ഷിക്കാൻ ആ അച്ഛനു മുന്നിൽ വേറെ വഴികളുണ്ടായിരുന്നു. പകൽ സമയങ്ങളിൽ സംസാരിക്കുവാനോ ചെരുപ്പിട്ട് നടക്കുവാനോ ടോയ്ലറ്റ് ഉപയോഗിക്കുവാനോ പോലും അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. താഴത്തെ ഓഫീസിലെ തൊഴിലാളികൾ പോയി കഴിയുന്ന രാത്രികളിൽ മാത്രമായിരുന്നു അവർക്ക് അല്പമെങ്കിലും ശ്വാസം വിടാൻ പോലും കഴിഞ്ഞിരുന്നത്. ഈ കഠിനമായ ദിനങ്ങളിലാണ് ആൻ തൻ്റെ ചെപ്പേടായ കിറ്റി എന്ന് പേരിട്ട ഡയറിയിൽ തൻ്റെ ചിന്തകൾ കുറിച്ചു വെച്ചത്. ഓഗസ്റ്റ് 4 ആ അജ്ഞാത ഫോൺ സന്ദേശത്തിന് പുറകെ നാസി ഓഫീസറായ കോൾ സിൽബർവാവിയും സംഘവും കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറി. തിരച്ചിലിനിടയിൽ ആനിന്റെ പേപ്പർ സാമഗ്രികൾ സൂക്ഷിച്ച ബാഗ് അയാൾ തറയിലേക്ക് തല കീഴായി മറച്ചിട്ടു. അതിൽ നിന്നാണ് ആനിന്റെ ചുവന്ന ചെക്കുകളുള്ള പ്രശസ്തമായ ഡയറി നിലത്തേക്ക് വീണത്. നാസി ഓഫീസർക്ക് അത് വെറും ഒരു പുസ്തകമായിരുന്നു. എന്നാൽ അത് ലോക ചരിത്രത്തിന് കോടിക്കണക്കിന് മനുഷ്യരുടെ മനസാക്ഷിയാകാൻ പോകുന്ന രേഖയായിരുന്നു. ഓഗസ്റ്റ് 5 ഇനി അവർ ഒളിവിലല്ല, മറിച്ച് തടവുകാരാണ്. ആദ്യം ആംസ്റ്റർഡാമിലെ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിലേക്കും അവിടെ നിന്നും വെസ്റ്റർബോർക്ക് ട്രാൻസിറ്റ് ക്യാമ്പിലേക്കും. നെതർലാൻഡിലെ ഗ്രാമമായ വെസ്റ്റർബോർക്കിലായിരുന്നു അവരുടെ അവസാന പ്രതീക്ഷ. വെസ്റ്റർബോർക്ക് ഒരു അവസാന സ്റ്റേഷൻ ആയിരുന്നു, എന്നാൽ അതൊരു ഇടനാഴിയായിരുന്നു. ജീവിതത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ഇടനാഴി. ആ രാത്രിയിൽ ആൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. യുദ്ധം അവസാനിക്കും, വീണ്ടും സ്കൂളിൽ പോകാം, ഒരു എഴുത്തുകാരിയാകാം. അവൾ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ 1944 സെപ്റ്റംബർ 3 നൂറുകണക്കിന് ആളുകളുമായി ചരക്കുവണ്ടികളുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. 3 ദിവസം നീണ്ട യാത്രയായിരുന്നു അത്. വെള്ളമില്ല, ശുദ്ധവായുവില്ല, ഒരു പ്രതീക്ഷയുമില്ല. വെസ്റ്റർബോർക്കിലെത്തിയപ്പോൾ കുടുംബങ്ങൾ വേർപിരിഞ്ഞു. അച്ഛൻ ഒരു വഴിക്ക്, അമ്മയും മക്കളും മറ്റൊരു വഴിക്ക്. 1945 ശൈത്യകാലമായപ്പോൾ ടൈഫസ് എന്ന മാരക വ്യാധി പടർന്നു പിടിച്ച് സഹോദരി മാർഗോട്ട് ആദ്യം മരിച്ചു. അല്പ ദിവസങ്ങൾക്ക് ശേഷം ആൻ ഫ്രാങ്കും മരണത്തിന് കീഴടങ്ങി. അവൾക്കപ്പോൾ വെറും 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അന്ന് വെസ്റ്റർബോർഗിലേക്ക് കൊണ്ടുപോയ 8 പേരിൽ ജീവനോടെ തിരിച്ചെത്തിയത് ഒരേ ഒരാൾ മാത്രമായിരുന്നു, ആനിന്റെ അപ്പൻ ഓട്ടോ ഫ്രാങ്ക്. അദ്ദേഹം മകളുടെ ഡയറി വായിച്ചു. ഓരോ പേജിലും കണ്ണുനീർ വീണ്ടും കുതിർന്നു. യുദ്ധാനന്തരം ഓട്ടോ ഫ്രാങ്ക് ആംസ്റ്റർഡാമിലേക്ക് മടങ്ങി. ആ ഡയറി കുറിപ്പുകൾ ദി ഡയറി ഓഫ് യങ് ഗേൾ എന്ന പേരിൽ വിവിധ ഭാഷകളിൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വായനക്കാരെ തേടി. വെറും 15 വയസ്സിൽ നാസി ക്രൂരതയിൽ ആൻ ഫ്രാങ്ക് മരിച്ചെങ്കിലും അവളുടെ ഡയറി കുറിപ്പുകളിലൂടെ ഇന്നും അവൾ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു.